വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 29 വരെ വാക്യങ്ങൾ. ഹെറോദോസ് രാജാവും ഇക്കാര്യങ്ങൾ കേട്ടു. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയായാണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദോസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെറോദോസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദോസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കി. എന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദോസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്നു നൽകിയപ്പോൾ ഹെറോദിയായ്ക്ക് അനുകൂലമായ ഒരവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദോസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്തു പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശപഥത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചു അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അത് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്നു പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. ഇന്നത്തെ വിശുദ്ധൻ. ഫെബ്രുവരി 6 വിശുദ്ധ പൗലോസ് മിക്കയും കൂട്ടാളികളും. പതിനാറാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ സുവിശേഷ പ്രചരണം നടത്തിയ മിഷണറിമാരെയും അവിടുത്തെ തദ്ദേശീയരായ വിശ്വാസികളുമാണ് ഈ വിശുദ്ധർ. യേശുസഭാംഗമായിരുന്ന പൗലോസ് മിക്കയും അദ്ദേഹത്തിൻ്റെ 25 കൂട്ടാളികളും വിശ്വാസത്തെ പ്രതി ജപ്പാനിലെ നാഗസാക്കിയിൽ വെച്ച് ക്രൂരമായി വധിക്കപ്പെട്ടു. മരണത്തിന് തൊട്ട് മുമ്പ് പോലും തൻ്റെ വധശിക്ഷ നടപ്പിലാക്കുന്നവർക്ക് പൗലോസ് മിക്കി മാപ്പ് നൽകുകയും ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. ജപ്പാനിലെ ആദ്യത്തെ രക്തസാക്ഷികളായ ഇവരെ 1862 പയസ് 9 മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ ഇവരുടെ ധീരത ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഇന്നും വലിയൊരു പ്രചോദനമാണ്.